ക്രൈസ്തവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ താണിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ ജാതിമത സംഘടനാ വ്യത്യാസമെന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇനി ഒത്തിരി കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടുവാനായി താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്ന് ഓടിച്ചൊരു 20-21 ചോദ്യം, അതിൻ്റെ ഉത്തരങ്ങളെല്ലാം പറയാൻ പറ്റത്തില്ല. വായിച്ച തിരുവെഴുത്തുകളെ മാത്രം ഇട്ടുകൊണ്ട് തിരുവെഴുത്തുകളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ആവശ്യമുള്ളവർ ഇനി മെയിനായിട്ടുള്ളൊരു ഭാഗം കിടപ്പുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായത്തിലെ രത്നങ്ങളും പലവിധ രത്നങ്ങളും കുറിച്ചുള്ള വിഷയം. ആ രത്നങ്ങളുള്ള നാട്ടിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് എന്നുള്ള ചിന്തയുണ്ട്. അത് എല്ലാവർക്കും വെളിപ്പാട് പുസ്തകം അങ്ങനെ തന്നെ അക്ഷരീകമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമല്ല. അതായത് 7 നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ നക്ഷത്രങ്ങൾ അത് അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ച് എഴുന്ന ആകാശത്ത് നിന്ന് കാണുന്ന നക്ഷത്രങ്ങളല്ല. അത് ദൈവസഭയെക്കുറിച്ച് പറയുന്നു. സമുദ്രത്തിന്മേലിരിക്കുന്ന സ്ത്രീയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 17 പറയുന്നു. അത് മഹാനഗരത്തെക്കുറിച്ച് കാണിക്കുകയാണ്. ഇങ്ങനെ വെളിപ്പാട് 19-ന്റെ 7-8 വാക്യങ്ങളൊക്കെ വരുമ്പോൾ അത് അവിടെ തിരുവെഴുത്തുകളിൽ കാണുന്നത് വിശുദ്ധന്മാരുടെ നീതി സുപ്രവസ്ത്രം എന്ന് പറയുന്നത് അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളെക്കുറിച്ചാണ്. അങ്ങനെയൊക്കെ തിരുവെഴുത്തുകളിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് വെളിപ്പാട് പുസ്തകം അത് വിശദീകരിച്ച് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവിടുത്തെ സ്വർണവും തങ്കവും എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അത് ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു വീഡിയോ ഇടുന്നതാണ്. എന്നാലും ഞാൻ എൻ്റെ ചില 21 ചോദ്യങ്ങൾ ഉത്തരങ്ങളിലേക്ക് കടക്കുമ്പോൾ ദൈവവചനം മാത്രം ചൂണ്ടിക്കാണിച്ച് ഈ ഭാഗം കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിലിട്ട് തരാം. ആഭരണധാരണം ത്യജിക്കണം എന്ന നിർമ്മല സത്യത്തെ മനസ്സിലാക്കുമ്പോൾ തന്നെ എല്ലാ സംശയങ്ങളും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വീണ്ടും ഉയർന്നു വരാം. അതിൽ പ്രധാനപ്പെട്ട ചില സംശയങ്ങളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. ഇനിയുള്ള ഈ വീഡിയോയിൽ നമ്മൾ ഇടുന്നത് ചോദ്യം: ആഭരണ വർജനം പഴയ നിയമത്തിലെ കൽപ്പനയല്ലേ? അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസികൾ ഇത് അനുസരിക്കേണ്ടതുണ്ടോ? അനുസരിക്കണമോ? ഉത്തരം കൽപ്പനയുണ്ടെന്ന് 10-ാം അധ്യായത്തിൽ തെളിയിക്കപ്പെട്ട പഴയ നിയമത്തിൽ പുറപ്പാട് 33-ന്റെ 5 ആണല്ലോ. പുതിയ നിയമസഭകൾ ഇത് അനുസരിക്കണമോ? കൽപ്പനയുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടു, തെളിയിക്കപ്പെട്ടതാണ്. നിയമത്തിൽ പുറപ്പാട് ദിവസം 33-ന്റെ 5 ആഭരണം നീക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മുതൽ മനുഷ്യർ ആഭരണം ധരിക്കുന്നതിനോട് ദൈവത്തിന് വെറുപ്പായിരുന്നു. മാത്രമല്ല, ധരിക്കുന്നതിനോട് അനുകൂലപ്പെട്ടുകൊണ്ട് വാക്യം പോലും ബൈബിളിൽ ഇല്ല. എസ്കേൽ പ്രവാചകൻ്റെ 7-ന്റെ 19-20, ഇരമ്യ 4-30, യെശയ്യാ പ്രവചനം 3-ന്റെ 16 മുതൽ 23 വരെ. അപ്രകാരം തന്നെ പുതിയ നിയമ മലയാള ഭാഷാന്തരങ്ങൾ ആഭരണദാനത്തിന് യാതൊരു പ്രോത്സാഹനവും നൽകാതെ പൊന്നു, മുത്ത് എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത് എന്നും മറ്റു ഭാഷാന്തരങ്ങളിൽ ധരിക്കരുത്, പാടില്ല, നിർബന്ധമായും ധരിക്കരുത് എന്നെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 2-ന്റെ 10, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ന്റെ 3. ഇനി പഴയ നിയമത്തിൽ വിലക്കിയത് പുതിയ നിയമത്തിൽ ആകാം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ധരിക്കുന്നതിൽ തെറ്റില്ലായിരുന്നു. എന്നാൽ പഴയ നിയമത്തിലെ ഈ കൽപ്പനയെ ഒരു പിന്തുടർച്ചയെന്ന പോലെ പുതിയ നിയമം തിരസ്കരിക്കാതെ സ്വീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നാമും തിരസ്കരിക്കാതെ സ്വീകരിക്കേണ്ടതല്ലേ കൽപ്പന ലംഘനം പാപമാകുന്നുവല്ലോ. 2. യേശുക്രിസ്തു ആഭരണം വർജിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് പുതിയ നിയമസഭ രൂപം കൊണ്ടിട്ടില്ല. ശുശ്രൂഷാ രംഗങ്ങളിൽ കൂടി വന്നിരുന്ന ജനത്തിൻ്റെ മാനസിക നിലവാരങ്ങളെ അറിഞ്ഞായിരുന്നു പ്രഭാഷണങ്ങളും അത്ഭുത പ്രവൃത്തികളും നടത്തിയിരുന്നത്. ഈ സമയം ന്യായപ്രമാണത്തിൽ നിന്നുള്ള ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടിയും അർത്ഥവും താൻ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആഭരണ സംബന്ധമായി ആരും ഒരു ചോദ്യം പോലും തന്നോട് ചോദിക്കുകയോ താൻ പറയുകയോ ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നില്ല.
കാരണം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിന് യാതൊരു മാറ്റങ്ങളും വരുത്തുവാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന വിഷയങ്ങളോടൊപ്പം പൗരോഹിത്യ സഭാ ശുശ്രൂഷാനം, മൂറോൻ പൂശൽ, വെടിക്കെട്ട്, പാപപരിഹാര കർമ്മങ്ങൾ ഇത്യാദി പ്രവണതകളെല്ലാം, പുകവലി, സിനിമ എന്നിവകളെല്ലാം കുറിച്ച് അത് യേശു ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടതില്ലല്ലോ. പഴയ നിയമത്തിലെ ആഭരണവർജനം പുതിയ നിയമത്തിൽ യാതൊന്നിൻ്റെയും നിഴലായി നിന്നവ പുതിയ നിയമത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ആഭരണവർജനത്തിനെതിരായി ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളിലും പുതിയ നിയമങ്ങളിൽ നിന്നുള്ള ശക്തമായ സൂചനകൾ നാം മുൻ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്, ഗ്രഹിച്ചതാണ്. പുറപ്പാട് 33:4 മുതൽ 6 വരെ, യെശയ്യാപ്രവചനം 3:16 മുതൽ 18 വരെ, യെരമ്യ 4:30, എസ്കേൽ 7:19-20. ന്യായപ്രമാണത്തെ ആചരിച്ച യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. മത്തായി 5:17. പുതിയ നിയമ എഴുത്തുകാരും ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ അനുകൂലിച്ച് എഴുതിയിരിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:9-10, പത്രോസ് എഴുതിയ 1 ലേഖനം 3:3. ആഭരണവർജനത്തിന് എതിരായി പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ വർജനത്തിൻ്റെ ഒരു പ്രത്യേക ഉപദേശം പുതിയ നിയമസഭയ്ക്ക് ആവശ്യമായിരുന്നില്ല. മാത്രമല്ല, ദൈവകൽപ്പന പ്രകാരം ആഭരണം ധരിക്കാത്തവരുമായിരുന്നു. ധരിച്ചിരുന്നെങ്കിൽ നിലങ്ങളും വീടുകളും വിറ്റ് കിട്ടിയ വിലയോടൊപ്പം വിലപിടിപ്പുള്ള പൊന്നാഭരണങ്ങളും, അത് വിറ്റ വിലയോ പൊന്നാഭരണങ്ങളോ ഇത് വിറ്റ വിലയോ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുമായിരുന്നല്ലോ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:34-35 വാക്യങ്ങൾ. 3. ആഭരണം ധരിക്കുന്നത് ദൈവവചനപ്രകാരം പാപമാണോ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാപമായി നിലകൊള്ളുന്നത് ഏത് പ്രവൃത്തികളും ദൈവം മുമ്പിൽ പാപം തന്നെയാണ്. ഉദാഹരണം, വിഗ്രഹാരാധനയും മറ്റും മ്ലേച്ഛ പ്രവൃത്തികളും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാപമായിരിക്കുന്നു. അതുപോലെ ആഭരണം നീക്കിക്കളയുക എന്ന പഴയ നിയമത്തിലെ കൽപ്പന പുതിയ നിയമത്തിലും നിലനിൽക്കുന്നു. ഈ സ്ഥിതിയെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഗ്രഹിച്ചതിനാലാണ് പൊന്നു, മുത്ത് എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത് എന്ന് സ്ഥാപിച്ചു പറഞ്ഞിരിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:10, പത്രോസ് എഴുതിയ 1 ലേഖനം 3:3-4. ആകയാൽ പഴയ നിയമത്തിലെ പാപപ്രവൃത്തികളെ കൃപായുഗത്തിൽ പാവനമാക്കി ധരിക്കുവാൻ നാം ആരും പ്രവേശിക്കേണ്ടതില്ല. ശ്രമിച്ചാൽ അത് മഹാപാപം തന്നെയാണ്. 4. ആഭരണം ധരിക്കാതെ സ്വർണവും വെള്ളിയും പൂശിയ വാച്ചോ കണ്ണട ഫ്രെയിമിൽ സ്വർണമോ കസവ് വസ്ത്രമോ അത്യാവശ്യമുള്ള മറ്റെന്തെങ്കിലും ധരിക്കുന്നതിൽ തെറ്റുണ്ടാകും. വെള്ളിയും പൊന്നും ഇരുമ്പും മറ്റു ലോഹങ്ങളും അവയുടെ നിറവും ദൈവം വെറുക്കുന്നില്ല. യോശുവ 6:19. ദൈവത്തിൻ്റെ കൽപ്പന തന്നെ വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും ഉപകരണങ്ങളും നീക്കിക്കളക എന്നല്ല, നീ നിൻ്റെ ആഭരണം നീക്കിക്കളക എന്നായിരുന്നല്ലോ. അതുകൊണ്ട് വിപണിയിൽ ലഭിക്കുന്ന കണ്ണടയുടെ ഫ്രെയിമിലോ ചില വസ്ത്രങ്ങളിലോ മറ്റെന്തെങ്കിലും വസ്തുക്കളിലോ അല്പം വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും നിറം അവിടെ പറ്റിയിട്ടുണ്ടെങ്കിൽ നാം അത് ചഞ്ചലരാകേണ്ടതില്ല എന്നാണ് പൊതു അഭിപ്രായം. എൻ്റെ അഭിപ്രായം അതാണ്. എങ്കിലും മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നത് അതുമാരുത്. നാം ധരിക്കുന്നത് മോടിയുടെ അലങ്കാര വസ്ത്രവും മറ്റും ആകാതിരിക്കാൻ വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം ദൈവമക്കൾ യോഗ്യമായ ധരിക്കേണ്ടവരാണല്ലോ. വസ്ത്രമോ കണ്ണടയോ ഫ്രെയിമോ വാച്ചോ അത്യാവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളോ ആഭരണങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെയും വിരോധികൾക്ക് ദൂഷണം പറയാതെയും ദൈവസഭയ്ക്ക് ഇടർച്ച വരുത്താതെയും ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10:32. ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് കർത്താവും പറഞ്ഞിരിക്കുന്നുവല്ലോ. മത്തായി 18:6 മുതൽ 9 വരെ. 5. ആഭരണ വർജിതരായ വിശ്വാസികളുടെ വിവാഹവേദികളിൽ വായിക്കുന്ന 45-ാം സങ്കീർത്തനത്തിൽ രാജ്ഞിയും ഓബീർ തങ്കവും പൊൻകാശവും കൊണ്ടുള്ള വസ്ത്രവും അണിഞ്ഞു നിൽക്കുന്നു. ഈ സങ്കീർത്തനം നമുക്ക് സ്വീകാര്യമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന അലങ്കാര വസ്തുക്കൾ നാം മണവാട്ടിയെ അണിയിക്കാത്തത് എന്ത്? 45-ാം സങ്കീർത്തനത്തിലെ രാജാവ് പുതിയ നിയമത്തിലെ രാജാവും മണവാളനുമായ യേശുവിനും മണവാട്ടി വിശുദ്ധ കന്യകയ്ക്ക് സഭയ്ക്ക് നിഴലാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമസഭ ഈ അലങ്കാരിക ഭാഷയെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്നില്ല. പത്രോസ് എഴുതിയ 1 ലേഖനം 2:9, വെളിപ്പാട് പുസ്തകം 19, 7, 8, 12 മുതൽ 14 വരെയുള്ള ഈ ഭാഗങ്ങൾ നാം അക്ഷരാർത്ഥത്തിൽ എടുത്താൽ കാര്യം
പ്രശ്നമാകും. കാരണം കോരവ് പുത്രന്മാർ പാടിയ സങ്കീർത്തന പ്രകാരം നാം മണവാട്ടിയെ അണിയിച്ചൊരുക്കുമ്പോൾ യുദ്ധവീരനായി ആയുധമേന്തി നിൽക്കുന്ന രാജാവിനെ പോലെ മണവാളിൻ്റെ അരയിൽ വാൾ കെട്ടിയും അവൻ്റെ കയ്യിൽ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടി വരും. ഈ രീതി കൃപായുഗ വിശ്വാസികളുടെ വിവാഹവേദികളിൽ ഭൂഷണമല്ലല്ലോ. ഞാൻ പെട്ടെന്ന് ഓടിച്ചു വായിച്ച് പറഞ്ഞു പോവുകയാണ്. ചോദ്യം 6. വിവാഹ ചിഹ്നം തെളിയിക്കുവാൻ ആഭരണവും സിന്ദൂരവും സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ടോ? വിവാഹ ചിഹ്നം ഏത് രീതിയിലുള്ള ചിഹ്നമാണ് സ്വീകരിക്കേണ്ടത്? ദൈവമക്കൾ ആഭരണം ധരിക്കുന്ന ദൈവകൽപ്പന ലംഘനവും സിന്ദൂരം ചാർത്തുന്നതും താലി കെട്ടുന്നതുമെല്ലാം ജാതികൾ തങ്ങളുടെ ദൈവപ്രസാദം അനുസരിച്ച് ചെയ്യുന്നതുമാകുന്നു. അപ്പോൾ ദൈവമക്കൾ അതെങ്ങനെ സ്വീകരിക്കും? ചില രാജ്യങ്ങളിൽ മോതിരം വിവാഹ ചിഹ്നമായി ധരിക്കാറുണ്ട്. ഇതുപോലെ യഥാർത്ഥമായി വിവാഹം ചെയ്യാത്തവർ മറ്റാരും സംശയിക്കാത്ത വിധത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പുറമേ കാണുന്ന എല്ലാവിധ ചിഹ്നങ്ങളും ധരിച്ച് പട്ടണങ്ങളിൽ വൃത്തിക്കായി നടക്കാറുമുണ്ട്. ഇവർ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇതെല്ലാം ചെയ്യുന്നു. എന്നാൽ ഇവരുടെ നടപ്പിലും പ്രവൃത്തിയിലും വാക്കുകളിലും ജീവിതത്തിലും ഇവർ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് ഗ്രഹിക്കാം. നാമും വിവാഹിതരെന്ന് കാണിക്കുവാൻ നാം കണ്ടുപിടിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ ഇതൊക്കെയല്ലേ? എന്തു തന്നെയായാലും ആഭരണം ധരിക്കരുതെന്ന് ദൈവത്തിൻ്റെ കൽപ്പന വരുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന അബ്രാമിൻ്റെ ഭാര്യ സാറയെ ഈ വിധ ചിഹ്നങ്ങളാലല്ല ജനം തിരിച്ചറിഞ്ഞത്. അവരുടെ നടപ്പിലും പ്രവൃത്തിയിലും വാക്കുകളിലും ജീവിതത്തിലുമായിരുന്നു. പ്രത്യേക വിവാഹ ചിഹ്നങ്ങളൊന്നും സാറായിലില്ലായിരുന്നു. ഇതിനൊരു ഉദാഹരണമാണ് ഉദാഹരണമാണ് അബ്രാമിനെ കൊന്നു തൻ്റെ ഭാര്യ മറ്റുള്ളവർ കൈവശപ്പെടുത്തുമോ എന്ന് ഭയന്ന് സാറ തൻ്റെ സഹോദരി എന്ന് മിസ്രൈമയോട് പറഞ്ഞ പുറപ്പാട് 12:11 മുതൽ 19 വരെ. അത് മിസ്രൈമർ വിശ്വസിക്കുകയും ചെയ്തു. നാമും പുറമെ ഏതെങ്കിലും ചിഹ്നങ്ങൾ ധരിക്കുന്നതിനേക്കാൾ വാക്കുകൾ പ്രവൃത്തികൾ കൊണ്ടും ഇവൻ എൻ്റെ ഭർത്താവെന്നും ഇവളെൻ്റെ ഭാര്യയെന്നും പറയട്ടെ. അതാണ് ദൈവമക്കൾക്ക് ഏറ്റവും ഉചിതമായ കാര്യം. അതാണ്. 7. ആഭരണം അധികമായി ധരിക്കാതെ അല്പം മാത്രം ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? 5 പൈസ മോഷ്ടിച്ചാലും 1000 രൂപ മോഷ്ടിച്ചാലും 1,00,000 മോഷ്ടിച്ചാലും 10,00,000 മോഷ്ടിച്ചാലും കള്ളൻ തന്നെ. ആഭരണം നീക്കിക്കളയുവാൻ കൽപ്പിച്ചപ്പോൾ അധികം ധരിക്കാമെന്നും അല്പം ധരിക്കാമെന്നും ഒരു പ്രാവശ്യം പോലും ദൈവം പറഞ്ഞതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അധികമായോ അല്പമായാലും ദൈവവചനാടിസ്ഥാനത്തിൽ തെറ്റ് തന്നെയാകുന്നു. 8. ആഭരണം അലങ്കാരമാണ്. ആഭരണം മനുഷ്യനൊരു അലങ്കാരമാകുന്നു. അത് അല്പം ധരിച്ചാലും അധികം ധരിച്ചാലും അലങ്കാരം തന്നെ. മാത്രമല്ല, മനുഷ്യർ ആഭരണം ധരിക്കുന്നത് അലങ്കാരത്തിനാണെന്ന യാഥാർത്ഥ്യം മുൻ വീഡിയോകളിൽ ഗ്രഹിക്കുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടി ഇട്ടിട്ടുണ്ട്. ആഭരണം ഡംബത്തിനായി ധരിക്കാതിരുന്നാൽ മതിയില്ലേ? മാരകമായ വിഷം കഴിച്ചാൽ മരിക്കാതിരുന്നാൽ മതിയില്ലേ എന്ന ചോദ്യം പോലെയാണിത്. ആഭരണധാരണം ഡംബത്തിലേക്ക് വഴിയൊരുക്കും. അവ ധരിക്കുന്നത് ഡംബത്തിൻ്റെ ഒരു ലക്ഷണവുമാണ്. അതുകൊണ്ടാണ് ആഭരണം ധരിക്കുന്നവരുടെ ഡംബത്തിൻ്റെ പ്രകടനങ്ങൾ പലപ്പോഴും കാണാറുള്ളത്. പാപത്തിലേക്ക് വഴിയൊരുക്കുന്ന പ്രവർത്തികൾ നാം ചെയ്യാതിരിക്കുന്നത് പോലെ ഡംബത്തിലേക്ക് വഴിയൊരുക്കുന്ന ആഭരണവും ധരിക്കാതിരിക്കുന്നതാണ് ദൈവമക്കൾക്ക് നന്ന്. സിയോൻ പുത്രിമാരുടെ അണിയലുകൾ എന്ന തിരുവെഴുത്ത് നാം കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടു. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കുക. 10. ആഭരണം അണിയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലങ്കാരമാണ്. അത് വചനാടിസ്ഥാനത്തിൽ യോഗ്യമല്ലല്ലോ. എങ്ങനെയെങ്കിൽ നാം ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും അലങ്കാരമില്ലേ? എങ്കിൽ വസ്ത്രം ധരിക്കുവാൻ കഴിയുമോ? അലങ്കാരങ്ങളുടെ ആധിപത്യം ആഭരണധാരങ്ങളിൽ മാത്രമല്ല, വസ്ത്രങ്ങളിലും ഇല്ലേ എന്ന ചോദ്യം സത്യമാണ്. ഇപ്രകാരമുള്ള അലങ്കാരങ്ങളൊന്നും ദൈവമക്കൾക്ക് യോഗ്യവുമല്ല. എന്നാൽ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അലങ്കാരമില്ലേ എന്ന ചോദ്യം തീർത്തും ശരിയല്ല. അലങ്കാരം ഉദ്ദേശിക്കുന്നത് ഉള്ളതിനെ പ്രദർശിപ്പിക്കാൻ അലങ്കരിക്കുന്നതിനെയാണ്. അതായത് അലങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉള്ളതിനെ പ്രദർശിപ്പിക്കുവാൻ അലങ്കരിക്കുന്നതിനെയാണ്. നമുക്ക് 2 വീടുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അതിലൊരു വീട് അടിച്ചുവാരിയും കഴുകിയും വെടിപ്പാക്കിയും എല്ലാവരും സാധാരണ ചെയ്തു വരുന്ന പോലെ യോഗ്യമായ നിലയിൽ പെയിൻറ്റിങ്ങും ചെയ്ത് അതുപോലെ രണ്ടാമത് ചെയ്ത്
അതുപോലെ രണ്ടാമത്തെ വീടും പെയിൻറ് ചെയ്യുകയും നിറങ്ങളും ബൾബുകളും പിടിപ്പിക്കുകയും മിന്നിത്തിളങ്ങുന്ന വിവിധ വർണ്ണങ്ങളോടുകൂടിയ പേപ്പറുകളും പൂക്കളുകളും കൊണ്ട് അലങ്കരിക്കുകയും ആരെയും ആകർഷിക്കത്തക്ക നിലയിലുള്ള മാർഗങ്ങളാൽ അതിൻ്റെ മോടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ രണ്ട് വീടുകളും വൃത്തിയാക്കി പെയിൻറ്റിങ് ചെയ്ത വീടുകളെങ്കിലും രണ്ടിനും ഒരുപോലെ അലങ്കാരമുണ്ടെന്ന് പറയുവാൻ കഴിയില്ല. ആദ്യത്തെ വീട് പെയിൻറ്റിങ് ചെയ്തു എങ്കിലും അലങ്കരിച്ചില്ല. രണ്ടാമത്തെ വീട് പെയിൻറ്റിങ്ങിന് ശേഷം അതിനെ ആകർഷിക്കത്തക്ക നിലയിൽ പ്രദർശിപ്പിക്കേണ്ടതിന് അലങ്കരിക്കുകയും കൂടെ ചെയ്തു. ഇതുപോലെ നാം മാന്യവും യോഗ്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നെങ്കിൽ ഇത് അലങ്കാരമല്ല. എന്നാൽ മാന്യമായ വസ്ത്രം ധരിക്കേണ്ടതിന് പകരം അലങ്കാര വസ്ത്രത്താൽ നമ്മെ തന്നെ പ്രദർശിപ്പിക്കുവാൻ ഒരുക്കുന്നു എങ്കിൽ അത് ആഭരണധാരണ അലങ്കാരം പോലെയാണ്. ആയതിനാൽ പ്രദർശന രീതിയിലുള്ള അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാതെ യോഗ്യമായ വസ്ത്രങ്ങളാണ് ദൈവമക്കൾ ധരിക്കേണ്ടത്. അതിനൊരു ഉദാഹരണമാണ് TPMകാരും മുസ്ലിം സഹോദരിമാരും ഒക്കെ. ആഡംബര ജീവിതത്തിൽ ആഭരണം മാത്രം ഉപേക്ഷിച്ചാൽ മതിയോ? ആഭരണം മാത്രമല്ല, ആഭരണ അലങ്കാരങ്ങളെ പോലുള്ള എല്ലാ ആഡംബര പ്രവർത്തികളെയും ദൈവമക്കൾ ഉപേക്ഷിക്കണമെന്നാണ് തിരുവെഴുത്തുകളിൽ കാണുന്നത്. ആഡംബര ശൈലികൾ ഉപേക്ഷിച്ചും മാന്യവും യോഗ്യവുമായ രീതിയിൽ ഒരു ലളിത ജീവിതം നയിക്കുവാനുള്ള ശ്രമമാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ഇതിൻ്റെ അർത്ഥം നല്ല വീടും പണവും സ്വത്തും അത്യാവശ്യം വാഹനങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്നല്ല. വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 7:30 നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവം തന്ന എന്ന ഉത്തമ ബോധ്യത്തോടെ അനുഭവിക്കുമ്പോൾ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. അതായത് ഭൗതിക നന്മയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക, ധൂർത്തടിക്കാതിരിക്കുക. ഇതാണ് ആഡംബര ജീവിതം ഉപേക്ഷിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവഭക്തരായ അബ്രഹാം, ദാവീദ്, സക്കായി, പൗലോസ് അപ്പോസ്തലൻ, ഫിലോമോൻ എന്നിവരെല്ലാം മഹാസമ്പന്നന്മാരായിരുന്നു. ഇവർക്ക് മനോഹരമായ വീടുകളും വാളികളും സ്വത്തുക്കളും വാഹന മൃഗങ്ങളും കപ്പലുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ബിലയാം, ഗേഹസി, യൂദാ ഇസ്കരിയോത്ത് എന്നിവരെ പോലെ ദ്രവ്യാഗ്രഹികളും സമ്പത്തിൽ മാത്രം മനസ്സ് വയ്ക്കാത്തവരുമായിരുന്നു എന്ന് മനസ്സ് വയ്ക്കാത്തവരുമായിരുന്നു. കർത്താവിനെ അനുഗമിക്കാൻ വന്ന ചില ധനികരെ പോലെ ആയിരുന്നില്ലെന്ന് ചുരുക്കം. അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അന്യരും പരദേശികളുമായി എന്ന് തമ്മിൽ പറഞ്ഞ് സ്വർഗീയ നാടിനായി പ്രത്യാശിച്ച് കാത്തിരുന്നു. ആകയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ നന്മകളും ആഡംബരത്തിനായി ധൂർത്തടിക്കാതെ സന്തോഷത്തോടെ അനുഭവിച്ചും പിശുക്ക് കാണിക്കാതെ കർത്താവിൻ്റെ വേലയെ സഹായിച്ച് അർഹതപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തും പോരുന്നു എങ്കിൽ തബീതയെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവരും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9:36 മുതൽ 41 വരെ സ്വർഗീയ പ്രതിഫലങ്ങൾക്ക് ഓഹരിക്കാരെ തീരുമെന്നതിൽ സംശയമില്ല. 12 ആഭരണം ധരിച്ചാൽ സ്വർഗീയ പ്രവേശനം ലഭിക്കുമോ? ആഭരണം ധരിച്ചാൽ സ്വർഗീയ പ്രവേശനം ലഭിക്കുകയില്ലെന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ ആഭരണധാരണം കൽപ്പനാ ലംഘനമാണ്. പുറപ്പാട് പുസ്തകം 33:5-6 കൽപ്പനാലംഘികൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലെന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ദൈവകൽപ്പന അനുസരിച്ച് ജാതികൾക്കൊത്ത ഈ ദുരാഭരണത്തിൽ നിന്നും വേർപാട് പാലിക്കണം. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പൻ, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 6:16-17, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 7:1. ഈ വചനത്തിൻ്റെ അർത്ഥം ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷം അശുദ്ധിയും നീക്കണം. ഇല്ലെങ്കിൽ പുത്രന്മാരും പുത്രിമാരുമായി ദൈവം നമ്മെ അംഗീകരിക്കുകയില്ല. ഇപ്പോൾ ദൈവം അംഗീകരിക്കാത്ത പുത്രന്മാർക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയില്ലെന്നല്ലേ പഴയ നിയമത്തിൽ ഞാൻ നിന്റെ നടുവിൽ നടക്കണമെങ്കിൽ നീ നിന്റെ ആഭരണം നീക്കിക്കളയുക എന്ന കൽപ്പന പുതിയ നിയമം
പുതിയ നിയമം തിരസ്കരിക്കാതെ സ്വീകരിക്കുന്നവർ സ്വർഗ കനാലിലേക്കുള്ള യാത്രയിൽ ദൈവം നമ്മോടുകൂടെ നടക്കണമെങ്കിൽ ആഭരണധാരണം അതിനൊരു തടസ്സമല്ലേ? വാഗ്ദത്ത ദേശത്തെത്തുവാൻ നമുക്ക് കഴിയുമോ? അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ മാനസാന്തരപ്പെടാത്ത കള്ളൻ സ്വർഗത്തിൽ പോകുമോ? യോഹന്നാൻ എഴുതിയ 1 ലേഖനം 2:4, 13. ആഭരണം ധരിക്കാതിരുന്നത് ഒരു മികച്ച വിശുദ്ധിയുടെ ലക്ഷണമാണോ? ആഭരണ വർജനം മികച്ച വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് ദൈവവചനത്തിലില്ല. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഉണ്ടാകേണ്ട യഥാർത്ഥ വിശുദ്ധി ആന്തരികമാണെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബാഹ്യമായ വിശുദ്ധി പ്രകടനമാക്കരുതെന്നല്ലേ ഉള്ളിലെ ഭക്തിയും വിശുദ്ധിയും വേർപാടും പ്രവൃത്തിയും പുറമേ കാണണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്. മത്തായി 5:13 മുതൽ 16 വരെ, യാക്കോബ് എഴുതിയ ലേഖനം 2:14 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക. അതുകൊണ്ട് ആഭരണം വർജിക്കുന്നത് തികഞ്ഞ വിശുദ്ധിയുടെ പ്രതീകമല്ല, ദൈവ കൽപ്പനയോടുള്ള അനുസരണവും ഒരു നല്ല മനസ്സാക്ഷിയുടെ ഉടമസ്ഥതയും ഉള്ളതുകൊണ്ടാണ്. പുറപ്പാട് ദിവസം 33:5, പത്രോസ് എഴുതിയ 1 ലേഖനം 3:3, 4, 5, 14. ചോദ്യം 14. രക്ഷിക്കപ്പെട്ട് സ്നാനം സ്വീകരിച്ച് പെന്തക്കോസ്ത് സഭയോട് അംഗമായിരുന്ന വ്യക്തി ആഭരണം ധരിച്ചുകൊണ്ട് ആഭരണവർജിതമായ മറ്റൊരു പെന്തക്കോസ്ത് സഭയിൽ പോകുന്നു. വിശ്വാസികൾ ചിലർക്ക് ഇടർച്ചയുണ്ട്, അതിനാൽ ആഭരണം ഊരണമോ? റോമാലേഖനം 14:21 സഹോദരന് ഇടർച്ച വരുത്തുന്ന പാനീയങ്ങളെ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നതിനോടൊപ്പം സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് നല്ലത്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10:32 ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകും എന്ന് സ്പഷ്ടമായി ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആഭരണം ധരിച്ചുകൊണ്ട് ആഭരണവർജിതമായ സഭയിൽ പോകുമ്പോൾ ദൈവസഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കുകയല്ലേ? ഈ ദുശാഠ്യം മൂലം ദൈവകൽപ്പന പ്രകാരം ആഭരണവും മറ്റും ത്യജിച്ച് നിന്ദകളും ആക്ഷേപങ്ങളും ഏറ്റുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന നിഷ്കളങ്കരായ ഒരു കൂട്ടം വിശ്വാസികളുടെ ഹൃദയത്തെ തകർക്കുകയല്ലേ? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. ഇപ്രകാരം ഇടർച്ച വരുത്തുന്ന അവയവങ്ങളെ സ്വഭാവങ്ങളെ വെട്ടിയെറിഞ്ഞു കളക എന്ന മുന്നറിയിപ്പാണ് യേശുക്രിസ്തുവും പറഞ്ഞിരിക്കുന്നത്. മത്തായി 18:6 മുതൽ 9 വരെ. ആകയാൽ ദൈവമക്കൾ ആഭരണവർജന അംഗീകരിച്ചും യാതൊരു വിധത്തിലും ദൈവസഭയ്ക്ക് ഇടർച്ച വരുത്താതെയും ഇരിപ്പിൻ. ഇടർച്ച വരുത്തുന്ന യാതൊന്നും റോമർ 14:21 ചെയ്യാതിരിക്കുന്നത് നല്ലതും യോഗ്യവുമെന്ന് ഗ്രഹിപ്പിൻ. 15. മോതിരവും മറ്റും ധരിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുകയോ അവരുടെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയോ കർത്തൃമേശയിൽ പങ്കുകയോ ചേരുകയോ കൈവപ്പ് സ്വീകരിക്കുകയോ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 5:11-12 എന്ന് ദൈവവചനം പറയുന്നു. എങ്കിലും ആഭരണം ധരിച്ചവരോടൊപ്പം കൂട്ടായ്മകൾ അരുത് എന്ന് ദൈവവചനത്തിലില്ല. എന്നാൽ ആഭരണം ധരിക്കുന്നതിനോട് ദൈവവചനത്തിന് എതിർപ്പുണ്ട്. എന്നാൽ മുൻ വീഡിയോകളിൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വ്യക്തമാക്കിയതാണ്. ആയതിനാൽ ദൈവവചനത്തിനെതിരായ വിഷയങ്ങളെ അവരവരെ തന്നെ സ്വയം നീക്കിക്കളയട്ടെ. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. തെസ്സലോനിക്കർക്ക് 1 ലേഖനം 5:21-22 ന്യായവിസ്താര ദിവസം ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4:13. 16. ആഭരണവർജന സഭയിൽ നിർബന്ധമാക്കാമോ? പഴയ നിയമകാലത്ത് പല കാര്യങ്ങളും നിർബന്ധമായി ചെയ്യേണ്ടിയിരുന്നു. കൃപായുഗ വിശ്വാസികൾ കർത്താവിനെന്നോണം മനസ്സോടെ ചെയ്യുന്നവനല്ലാതെ നിർബന്ധമായി ഒന്നും ചെയ്യുവാൻ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആഭരണദാനം ദൈവകൽപ്പന ലംഘനവും അലങ്കാരവും വേർപാടില്ലായ്മയുടെ പ്രതീകവുമാകയാൽ കൃപായുഗ വിശ്വാസികൾ അവ ഒഴിവാക്കുന്നതാണ് ഉചിതം. നിസ്വാർത്ഥതയോടെ ആരെയും നിർബന്ധിക്കാതെ ഉപദേശിക്കുക എന്നാണ് പുതിയ നിയമസഭയുടെ കടപ്പാട്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 9:7, കൊലോസ്യർ 3:23.
17 ആഭരണവർജനം അംഗീകരിച്ച് അക്കാര്യം സഭയിൽ ഉപദേശിച്ചാൽ ആളുകൾ കുറയുമോ? ആഭരണവർജനം മാത്രമല്ല, ദൈവവചനത്തിൽ വിലക്കപ്പെട്ടിരിക്കുന്ന മദ്യപാനം ഉൾപ്പെടെ പുറപ്പാട് പുസ്തകം 20 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 10 കൽപ്പനകൾ ഉൾപ്പെടെ വർജിക്കപ്പെടേണ്ടതായ സകല ദുശീലങ്ങളും വെടിഞ്ഞ് ലോകത്തിൻ്റെ എല്ലാ അനാചാരങ്ങളിൽ നിന്നും പാപത്തിൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും വേർപെട്ട് ദൈവസഭയിൽ വരുന്നവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം ദൈവവചനമെന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളതാണല്ലോ. മത്തായി 7:13 അതിനൊരു ഉദാഹരണമാണ്. യേശുക്രിസ്തുവിനെ അനുഗമിച്ച 5000-ഓളം ജനങ്ങൾ അവർ താൻ കൽപ്പിച്ച വചനം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞുപോയി. ചുരുക്കം ചിലർ മാത്രം യേശുക്രിസ്തുവിനോട് കൂടെ ഉറച്ചു നിന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6:60 മുതൽ 68 വരെയുള്ള ഭാഗങ്ങൾ യേശുക്രിസ്തുവിനോട് നിത്യജീവൻ്റെ വചനങ്ങൾ മുറുകെ പിടിച്ചു നിന്ന ജനമായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ 10 ദിവസക്കാലം മാളിക മുറിയിൽ കൂടിയിരുന്നത്. ആകയാൽ ദൈവസഭയിൽ ദൈവവചനം അനുസരിക്കാത്ത പാപികളെ കൊണ്ട് നിറയ്ക്കുവാനല്ല, മാനസാന്തരപ്പെട്ട് വരുന്നവരോട് വചനം പ്രസംഗിക്കുവാനും അവരെ നിത്യരാജ്യത്തിനായി ഒരുക്കുവാനുമാണ് ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സഭയെ നിറയ്ക്കുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റേതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ വചനം പ്രസംഗിക്കുന്നു എങ്കിൽ ഏലിയാവിൻ്റെ ദൈവം ആൾപ്പെരുപ്പത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവം തനിക്കായി വേർതിരിച്ചുകൊള്ളും. 18 ആഭരണം അണിയുന്നത് സംബന്ധമായി ഒരു പ്രാദേശിക സഭ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ആഭരണം ധരിക്കുന്നതും ധരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് ദൈവസഭ ഒന്നാമതായി ഓർത്തിരിക്കണം. ഞാൻ തുടക്കത്തിലേ അത് പറഞ്ഞു. ഇതാരും നിർബന്ധിച്ച് ഊരിക്കുന്നതോ ഊരിട്ടിടുന്നതോ ഊരിയിട്ട് സ്നാനക്കുളത്തിൽ ഇറക്കുന്നതോ സ്നാനപ്പെടുത്തുന്നതോ സ്വർണ്ണം ഇട്ടുകൊണ്ട് വരുന്നവർക്ക് കർത്തൃമേശ കൊടുക്കാതെ, ഇതൊന്നും തിരുവെഴുത്തുകളിൽ ഓൾറെഡി ഇല്ല. ഇതൊന്നുമില്ല. ഒരു വ്യക്തിയെ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നി ഇങ്ങനെ പറഞ്ഞു, മരം കയറ്റം അറിയാത്ത ഒരുവനെ പിടിച്ച് മരത്തിൽ തള്ളി കയറ്റുന്നത് പോലെ ഉള്ളൂ ഈ പറയുന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ആളുകൾ കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 18 ആഭരണം അണിയുന്നത് സംബന്ധമായി ഒരു പ്രാദേശിക സഭ സ്വീകരിക്കേണ്ട നിലപാടെന്ത്? ആഭരണം ധരിക്കുന്നതും ധരിക്കാനും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് ദൈവസഭ ഒന്നാമതായി ഓർത്തിരിക്കണം. ആരെങ്കിലും മാനസാന്തരപ്പെടാതെ സഭയിൽ കടന്നു വന്നാൽ അവരുടെ ദുസ്വഭാവങ്ങളെയും മറ്റ് ബലാത്കാരമായോ നിർബന്ധ ഉപദേശത്താലോ മാനസാന്തരപ്പെട്ടു എന്ന് പറയിപ്പിച്ച് സ്നാനപ്പെടുത്താറില്ലല്ലോ. ബലാത്കാരമായോ നിർബന്ധ ഉപദേശത്താലോ മാനസാന്തരപ്പെട്ടു എന്ന് പറയിപ്പിച്ച് സ്നാനപ്പെടുത്താറില്ലല്ലോ. അതുപോലെ തന്നെ ആഭരണവർജനം എന്ന വിഷയം ആരെയും അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. എന്നാൽ തിരുവെഴുത്തുകളിലെ എല്ലാ ഉപദേശ സത്യങ്ങളെയും മറച്ചു വയ്ക്കാതെ പഠിപ്പിക്കണം. അപ്പോൾ ആഭരണദാനം താനെ അവർ ഉപേക്ഷിക്കും. അതാണ് യഥാർത്ഥ ആദിമ. അവരൊക്കെ അങ്ങനെയായിരുന്നു, ആരും നിർബന്ധിച്ചല്ല. വേർപാടെന്ന് പറഞ്ഞപ്പോൾ അവർ വേർപാട് തന്നെ പാലിച്ചു. അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. വേർപാടെന്ന് പറഞ്ഞപ്പോൾ വേർപാട്. 19 ആഭരണവർജനം കേരളക്കാരുടെ ഒരു ആചാരമല്ലേ? അത് മറ്റ് രാജ്യക്കാർ സ്വീകരിക്കണമോ? കേരളത്തിന് വെളിയിലും കേരളത്തിനകത്തുമുള്ള പല ക്രൈസ്തവരുടെയും ഒരു തെറ്റായ ചിന്താഗതിയാണ്. ലോകവ്യാപകമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കത്തോലിക്ക കന്യാസ്ത്രീകളും സന്യാസിനിമാരും കേരളത്തിലെ വേർപാടുകാരും ബന്ധക്കോസുകാരും വർജിക്കുന്നതിന് മുൻപേ പൊന്നാഭരണ വർജനം പാലിച്ചിരുന്നു. ഇന്ന് യഥാർത്ഥ ദിവ്യ ദർശനം പ്രാപിച്ചവർ വിദേശികരായ ദൈവജനം ഈ ദുരാഭരണങ്ങളെ വർജിക്കാറുണ്ട്. ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ഉപദേശങ്ങൾ എല്ലാ രാജ്യക്കാർക്കും ഒരേ അളവിൽ ലഭിച്ചില്ലെന്ന് വരാം. എങ്കിലും എല്ലാ രാജ്യക്കാർക്കും ബൈബിൾ ഉപദേശങ്ങൾ ഒരുപോലെ ബാധകമാണെന്നുള്ള വസ്തുത നാം വിസ്മരിക്കരുത്.
ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ലഭിച്ച ചില സത്യ ഉപദേശങ്ങൾ പുറം രാജ്യങ്ങളെ സഹോദരങ്ങൾക്ക് വെളിപ്പെട്ടപ്പോൾ മറച്ചുവെക്കാതെ നമ്മോട് അറിയിച്ചിരുന്നു. അതുപോലെ ഭാരതത്തിലെ ദൈവമക്കൾ വെളിപ്പെട്ട അനേക ഉപദേശ സത്യങ്ങളെ മറ്റു രാജ്യക്കാരോടും പകർത്തിയിട്ടുണ്ട്. മറ്റു രാജ്യക്കാരും സത്യങ്ങളെ മറ്റു രാജ്യക്കാരും പകർത്തിയിട്ടുണ്ട്. എന്നാൽ പല രാജ്യക്കാർക്കും കിട്ടിയ കട്ടിയുള്ള അഥവാ സ്വീകരിപ്പാൻ പ്രയാസമുള്ള ഉപദേശ സത്യങ്ങളെ ഏറ്റെടുപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും പാല് പോലുള്ള കട്ടി കുറഞ്ഞ ഉപദേശങ്ങൾ മാത്രം മതിയെന്ന് വന്നിരിക്കുകയാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ ഉപദേശങ്ങൾ പോലുള്ള എളുപ്പമായതോ കട്ടിയുള്ളതോ എന്തു തന്നെ ആയിരുന്നാലും ദൈവമക്കൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണമെന്നുള്ളത് ദൈവേഷ്ടമാണ്. അത് ആഭരണവർജനമോ മറ്റ് ഏത് ഉപദേശ വിഷയമോ എന്ത് തന്നെ ആയിരുന്നാലും എല്ലാ രാജ്യക്കാരും തിരസ്കരിക്കാതെ ഒരുപോലെ സ്വീകരിക്കണം. അല്ലെങ്കിൽ ദൈവവചനത്തോട് കാണിക്കുന്ന അവഗണനയും അനുസരണ ഇല്ലായ്മയും ആകുന്നു. ബൈബിൾ എവിടെ മുതൽ എവിടെ വരെ നമ്മെ ഉപദേശിക്കുന്നുവോ അത്രത്തോളം നാം അനുസരിച്ചു കൊണ്ടിരിക്കണം. അത് ഏത് രാജ്യക്കാർ ഉപദേശിച്ചു തന്നാലും വചന വെളിച്ചത്തിൽ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-5-21, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-10-11 വാക്യങ്ങൾ. വിഷയത്തിലേക്ക് കടന്നു വരാം. ചോദ്യം 20. ആഭരണധാരണത്തിൻ്റെ വിഷയത്തിൽ ഇത്രമാത്രം തൂങ്ങുന്നതെന്തിന്? ഇതിലും ഗുരുതരമായ വിഷയങ്ങൾ വേറെ ഇല്ലേ? നേരത്തെ ഒരു സഹോദരനോട് ചോദിച്ചിരുന്നു, അതിന് ആൻസറാണ്. നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചു ഏതാണ്ടൊക്കെ ഏച്ചു വെച്ച് കെട്ടുന്നതെന്ന്. ഞാൻ ഏച്ചൊന്നും വെച്ച് കെട്ടിയില്ല. ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അതെൻ്റെ ഒരു വിഷയമല്ല. ഒരുപാട് പേര് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയട്ടെ, പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആഭരണധാരണത്തെ വിഷയത്തിൽ ഇത്രമാത്രം തൂങ്ങുന്നതെന്തിന്? അതിലും ഗുരുതരമായ വിഷയങ്ങൾ വേറെയില്ലേ? ഉണ്ട്. ഇതിനേക്കാളും ഒരു പൊട്ടുകമ്മൽ പൊട്ടുമാല ഇട്ടുകൊണ്ട് വരുന്നതിനേക്കാൾ റാഡോ, സ്വർണ്ണ വാച്ച്, സ്വർണ്ണപ്പല്ലുള്ളവരെ എനിക്കറിയാം. അവരും പറയുന്നുണ്ട് ആഭരണം ഊടണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആദ്യം ഞാൻ എന്നെ തന്നെ ക്ലിയർ ചെയ്യണം. ഞാൻ ഈ കണ്ണാടി നിങ്ങളിത് കാണുമ്പോൾ ഇച്ചിരി തിളക്കം കാണുന്നില്ല. ഞാൻ അറിഞ്ഞില്ല. ഞാൻ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ ഒരു സഹോദരനാണ് ഈ കണ്ണാടി അടവെടുത്തുകൊണ്ട് പോയി പുള്ളിയാണ് ഇത് ചെയ്യിപ്പിച്ചത്, ഞാനല്ല. ഞാനാണെങ്കിൽ 1000-1200 1300 കുറച്ച് ഒരു ഫ്രെയിം വാങ്ങിച്ചിടാറില്ല, അല്ലല്ലേ കണ്ണാടി വെക്കാറില്ല. പക്ഷേ ഇതിനകത്ത് 10,000 രൂപയുണ്ട്. ഞാൻ ഇത്രയും വില കൂടിയത് ഇടാറില്ല. ലണ്ടനിൽ പോയപ്പോഴും എന്താണ്ട ഈ ഷർട്ട് ഇതുപോലത്തെ ഷർട്ടായിട്ടുണ്ട് പോയത്. ടൈം കോട്ടൊക്കെ 1990 ഊരി വെച്ചിട്ട് ജോലിയെല്ലാം രാജിവെച്ചിട്ട് ഇറങ്ങിയ ആളാണ്. ഞാൻ ആഡംബരത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഏത് മേഖലകളിലായാലും എനിക്ക് താല്പര്യമില്ല. പിന്നെ നല്ല വസ്ത്രം ധരിച്ച് നടക്കട്ടെ, യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്നല്ലേ അപ്പോസ്തലനായ പത്രോസും സ്ത്രീകളും ദൈവദാസന്മാരും ദാസിമാരും ഒക്കെ യോഗ്യമായ വസ്ത്രം ധരിക്കട്ടെ. ചിലർ മറ്റുള്ളവർ ചർച്ചിൽ വരുന്ന മറ്റുള്ളവരെക്കാൾ ഏറ്റവും മുന്തിയ സാരി ഉടുക്കണം, ഏറ്റവും മുന്തിയത് ഞാനായിരിക്കണം, എൻ്റെ വസ്ത്രമായിരിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ ഇതിനേക്കാളും അഹങ്കാരവുമാണ്, നികളവുമാണ്. അതോടൊപ്പം തന്നെ ഈ ആവരണത്തെക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ 1-2 പോയിന്റ് ഇവിടെ ഓടിച്ചു പറയാം. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഈ പുസ്തകം മുഴുവനായി ഈ വീഡിയോ കണ്ടിട്ട് ആഭരണദാനത്തിൻ്റെ വിഷയത്തിൽ ഇത്രമാത്രം തൂങ്ങുന്നതിൽ ഇതിലും ഗുരുതരമായ വിഷയങ്ങൾ വേറെയില്ലേ? ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം നാം ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ സകല വചനങ്ങളും അനുസരിക്കുന്നതോടൊപ്പം ആഭരണവർജനം തിരസ്കരിക്കാതെ സ്വീകരിക്കണമെന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ നാം കേൾക്കുവാനിടയിൽ കേട്ടവർ ആരോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രയർ ഫെലോഷിപ്പിൽ തന്നെ 940 പേരോളമുണ്ട്. 1000 ചില്ലുവാനുണ്ടായിരുന്നു. ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. നേരത്തെ ബ്രോഡ്കാസ്റ്റിലായിരുന്നു. വേണ്ടാത്തതൊക്കെ പൊക്കോട്ടെ, നമുക്കതിനകത്തൊന്നും വിഷയമല്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ഉദാഹരണങ്ങൾ ഒരുപാട് പറയാം. നോയുടെ പെട്ടകത്തിൽ 120 വർഷക്കാലം അദ്ദേഹം പ്രസംഗിച്ചു എന്നൊക്കെ തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. പക്ഷേ ലാസ്റ്റിൽ കയറാൻ 8 ഉണ്ടായിരുന്നു എങ്കിലും നോയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ കുറച്ചെണ്ണത്തിന് കൂടെ വലിച്ചു കയറണം. ദൈവം എന്ത് ചെയ്ത് വാതിലടച്ചു. ദൈവം അടച്ച വാതിൽ പിന്നെ നോയ്ക്ക് തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട്
നോഹ അകത്ത് കയറി മിണ്ടാതിരുന്നു. 7 ദിവസക്കാലം ഭൂമിയിൽ ഇരുന്ന് മറ്റുള്ളവർ വന്ന് നിലവിളിച്ചപ്പോൾ പുള്ളിക്ക് വേദന ഉണ്ടായി കാണും, മാനസിക നിലയിൽ വേദന ഉണ്ടായി കാണും. കുഞ്ഞു കുട്ടികളും എല്ലാം കൂടെ വന്ന് ദൈവം വാതിലടച്ചു. പിന്നെ ദൈവത്തിന് വേണ്ടാത്തത് നമുക്കെന്തിനാ? അതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ തിരുവെഴുത്തുകളെ നമ്മൾ ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ ഈ വിഷയത്തെ, തിരുവെഴുത്തുകൾ ഈ വിഷയത്തിൽ ആവശ്യമായ വചനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടണം. അല്ലാതെ ആഭരണ വിഷയത്തിൽ മാത്രം കടിച്ചു തൂങ്ങുന്നതിനല്ല. അപ്പോസ്തലനായ പൗലോസിനോട് വേറെ എത്ര വിഷയങ്ങൾ ഫെലിക്സിനോട് പ്രസംഗിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നീ വിഷയങ്ങളെ മാത്രം ആസ്പദമാക്കി പ്രസംഗിച്ചത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 24-25. ഫെലിക്സിനോട് അന്ന് സംസാരിക്കേണ്ട വിഷയം അത് മാത്രമായിരുന്നു. ആഭരണദാനം, വിശുദ്ധിയും വേർപാടും എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന ഇതൊരു സമകാലിക വിഷയമായതുകൊണ്ടാണ്. മനസ്സിലായല്ലോ പറഞ്ഞത്? ഒന്നുകൂടെ വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വായിക്കാം. ഈ ചോദ്യത്തിനൊരു മറുപടി കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഇട്ടിട്ടുണ്ട്, ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അല്ലാതെ ആഭരണ വിഷയത്തിൽ മാത്രം കടിച്ചു തൂങ്ങുന്നതിനല്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ വേറെ എത്ര വിഷയങ്ങൾ ഫെലിക്സിനോട് പ്രസംഗിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നീ വിഷയങ്ങളെ മാത്രം ആസ്പദമാക്കി പ്രസംഗിച്ചത്? പ്രവൃത്തി 24-25. ഫെലിക്സിനോട് അന്ന് സംസാരിക്കേണ്ട വിഷയം അത് മാത്രമായിരുന്നു. ആഭരണദാനവും വിശുദ്ധിയും വേർപാടും എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്നതും ഇതൊരു സമകാലിക വിഷയമായതുകൊണ്ടല്ലേ? 21. ആഭരണവർജനത്തെ ആസ്പദമാക്കി താങ്കൾ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഒരു പാപി രക്ഷിക്കപ്പെടുമോ? ആഭരണദാനത്തിൻ്റെ ദോഷവശങ്ങളെ പ്രതിപാദിക്കുന്നതോടൊപ്പം പാപിക്ക് മാനസാന്തരപ്പെടുവാൻ ആവശ്യമായ മറ്റ് വചനങ്ങൾ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ കാണിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഒരു പാപി മാനസാന്തരപ്പെടണമെങ്കിൽ എന്തൊക്കെയാണെന്ന് ഇതിന് മുൻപത്തെ 2 വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു പാപിക്ക് വേണ്ടതായ കാര്യങ്ങൾ. ഒരു പാപി ഏറ്റുപറഞ്ഞ്, ഞാൻ ഇന്നലെ ഒരു നാളുകളായി കള്ളു കുടിച്ച് വീട്ടിൽ സ്വസ്ഥതയും ബഹളവും കൊടുക്കാത്ത ഒരാളെ ഇന്നലെ മാനസാന്തരപ്പെടുത്തി. പുള്ളി കർത്താവിനായി സമർപ്പിച്ചു. അതാണ് ഒരു ശുശ്രൂഷ. ചിലപ്പോൾ 10 ലക്ഷം മുടക്കി ഒരു കൺവെൻഷൻ വെച്ചാലും ഒരു പാവി പോലും മാനസാന്തരപ്പെടുന്നില്ല. എന്നാൽ 2 മണിക്കൂർ നേരത്തെ ഒരു പ്രാർത്ഥനയിൽ നാളുകളായി കള്ള് കുടിച്ച് വീട്ടിൽ പ്രശ്നം, പാടി പിടി ബഹളമായിട്ട് കിടന്ന ഒരു സഹോദരനെ നല്ല ദൈവസനെ സമർപ്പിക്കുവാനിടയിൽ. അതല്ലേ ശുശ്രൂഷ. ഓക്കെ. ആഭരണദാനത്തിൻ്റെ ദോഷവശങ്ങളെ പ്രതിപാദിക്കുന്നതോടൊപ്പം പാപിക്ക് മാനസാന്തരപ്പെടുവാൻ ആവശ്യമായ വചനങ്ങളും ദൈവവചനത്തിലുണ്ട്. അത് ഒരു ദൈവദാസൻ അത് കൊടുക്കാറുമുണ്ട്. എങ്ങനെയാണ് രക്ഷ, മാനസാന്തരം, വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവിൻ്റെ കഴുകൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ, വിശ്വാസ സ്നാനം, മത്തായി 28-18 മുതൽ 20 വരെയുള്ള വാക്യപ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം, അല്ലെങ്കിൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തെ പിടിച്ച് മുക്കിക്കളയും. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത്. ആയതിനാൽ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷകളിലൂടെ ഇത് 6ാമത്തെ വീഡിയോ ആണ്. ഈ 6ാമത്തെ വീഡിയോയിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇതിനകത്ത് ആഭരണവർജനത്തെ ആസ്പദമാക്കി താങ്കൾ പ്രസംഗിച്ചത് കൊണ്ട് ഒരു പാപി രക്ഷിക്കപ്പെടുമോ? ഇനി ആഭരണം 3 കാര്യം ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു. ഇപ്പോൾ ആഭരണം ഇട്ടവർക്ക് കർത്തൃമേശ കൊടുക്കരുതെന്ന് ദൈവവചനത്തിലില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഒരാളെ നിർബന്ധിച്ച് മാല ഊരിപ്പിച്ച് സ്നാനപ്പെടുത്തുവാനും ദൈവവചനത്തിലില്ല. 21 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ഇരുന്ന് തന്നെയും പിന്നെയും കേൾക്കും. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് മെയിനായിട്ട് അതിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഒന്ന് വിശ്വാസം. മർക്കോസ് 16:16 വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ാം അധ്യായം
ഒരു 38 മുതൽ 42 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം എന്തൊക്കെയാണ് അവിടെ നടന്നത്. മാനസാന്തരം, രക്ഷ, മാനസാന്തരം, കുറവുകളെ ഏറ്റുപറച്ചിൽ, അനുതാപം, കണ്ണുനീരൊക്കെ വന്നു. അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്നാണ് തന്നെയാണ് കിടക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് 21 ചോദ്യങ്ങൾക്ക് അതിനുള്ള ആൻസർ ഞാൻ തന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ രത്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ അവിടുത്തെ 5 കിരീടം, അപ്പോൾ അതിനെ കൂടെ ഒന്ന് ഓടിച്ച് ഞാൻ പറയുവാനായി താല്പര്യപ്പെടുകയും അപ്പോൾ വെളിപ്പാട് പുസ്തകം അത് പറഞ്ഞപ്പെട്ടത് ഞാൻ നിർത്താം. വെളിപ്പാട് പുസ്തകം അത് അങ്ങനെ തന്നെ പ്രസംഗിക്കാൻ പറ്റില്ല. വെളിപ്പാട് പുസ്തകം 19 നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടത് 1-ാം അധ്യായം, 2-3 അധ്യായം ഇപ്പോൾ നടക്കുന്ന കാര്യം, 4 അധ്യായം മുതൽ 22 അധ്യായം വരെ എന്താണ് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. അതിലൊരാൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ 24 മൂപ്പന്മാരുടെ തലയിൽ പൊൻകിരീടമുണ്ടല്ലോ, പൊൻകിരീടം. ഓക്കെ, അതിന് അപ്പോൾ ഇതങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് വലിയൊരു നീണ്ട ലിസ്റ്റ് തന്നെ എഴുതി വച്ചിരിക്കുന്നു. അതിനകത്ത് അങ്ങനല്ല, ഇതൊക്കെ പ്രസംഗിക്കേണ്ട സമയങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പറയേണ്ടതല്ല, നല്ല പ്രസംഗമാണ് വേണ്ടത്. 7 നക്ഷത്രങ്ങൾ, നേരെ തുടക്കത്തിൽ പറഞ്ഞു, 7 നക്ഷത്രങ്ങൾ 7 സഭകളാകുന്നു. അല്ലാതെ നാം കാണുന്ന പോലെ എന്തല്ല ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളല്ല, അത് 7 സഭകളാണ്. പെരുവെള്ളത്തിൻ്റെ മീതെ ഇരിക്കുന്ന സ്ത്രീ അത് സാധാരണ സ്ത്രീ അല്ല, അവളൊരു മഹാനഗരമാകുന്നു. വെളിപ്പാട് പുസ്തകം 17:2-4, 2 മുതൽ 4 വരെ, 18 വെളിപ്പാട് പുസ്തകം 17:22-4, വാക്യം 17. അടുത്ത വെളിപ്പാട് പുസ്തകം 18:16. സുപ്രവസ്ത്രം സാധാരണ വസ്ത്രമല്ല, അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19:8. അപ്പം നമ്മളിത് എഴുതിയിരിക്കുന്നത് അതുപോലെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഒന്നും ശരിയാവില്ല, മനസ്സിലായില്ല? അതുപോലെ വ്യാഖ്യാനിച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് വെളിപ്പാട് പുസ്തകമൊക്കെ പ്രസംഗിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് 24 മൂപ്പന്മാരെ 4-ാം അധ്യായത്തിലാണ് കാണുന്നത്. 4:1 മുതൽ വെളിപ്പാട് പുസ്തകം സ്വർഗത്തിലെ അവിടുത്തെ വിഷയത്തെ പഠിച്ചു. സ്വർഗത്തിലെ 6 കിരീടങ്ങളിൽ 1-ാമത് പൊൻകിരീടം. അതിനകത്ത് കാണുന്നത് 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 4:1 മുതൽ 4 വരെയും 21-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. അത് ഇസ്രായേൽ ഗോത്ര മൂപ്പന്മാർ 12 പേരും, 12 × 12, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 12 പേരും. അങ്ങനെയാണ് 24 മൂപ്പന്മാർ. അത് അവർ മുൻനിരയിൽ നിൽക്കുന്നവരാണ്, ദൈവജനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന. പിന്നെ 5 കിരീടങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. ഓരോരുത്തർക്ക് ഇപ്പോൾ 5 കിരീടങ്ങളെക്കുറിച്ച് എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. അത് സ്വർണ്ണ കിരീടം എന്ന് ധരിച്ചുകൊണ്ട് അവിടെ നടക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദർശിച്ച സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശമുള്ളവനാണ് യേശുക്രിസ്തു. പിന്നെ അങ്ങനെ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ഈ സ്വർണ്ണത്തിന് തിളക്കം ഉണ്ടാവും. അപ്പം നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ പോകേണ്ടവർ. അപ്പം തേജസ്സാണ്. 2 അധ്വാന ഫലം. ഓരോ വ്യക്തികളുടെ 5 കിരീടങ്ങൾ അധ്വാന ഫലം. അതിന് ഞാനൊന്ന് ഓടിച്ചൊന്ന് പറയാം. 1 വാടാത്ത കിരീടം, ലോകം ജഡം പിശാചിനെ ജയിച്ചവർക്കുള്ള കിരീടമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 9:24-25. 2 തേജസ്സിൻ്റെ വാടാത്ത കിരീടം. സുവിശേഷ പ്രവർത്തകർക്കും ഓട്ടത്തിൽ തളർന്നു പോകാതെ ഓടിയവർക്കും. വെളിപ്പാട് പുസ്തകം 3:11. പത്രോസ് എഴുതിയ
1 ലേഖനം 5:4. 3 ജീവകിരീടം. വിശ്വാസത്തിന് വേണ്ടി നിലനിന്നവർക്കും രക്തസാക്ഷിത്വം വഹിച്ചവർക്കും. യാക്കോബിൻ്റെ ലേഖനം 1:12. വെളിപ്പാട് പുസ്തകം 20:4 മുതൽ 6 വരെ. വെളിപ്പാട് പുസ്തകം 2:10-11. 4 നീതിയുടെ കിരീടം. ശുശ്രൂഷ നിറപടിയായി തികച്ചവർക്ക്, അപ്പോസ്തലനായ പൗലോസിനെ പോലുള്ളവർക്ക്. തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 4:6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ. പ്രശംസാ കിരീടം 5 പാപികളെ നേടിയവർക്ക്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 2:19-20. ഞാൻ ഒരുപാട് പാപികളെ നേടിയത്, ഒരുപാട് പേരെ നേടിയത്, ആയിരക്കണക്കിന് ജനത്തെ നേടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങളാണ് ദൈവവചനാടിസ്ഥാനത്തിൽ നാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം അതുപോലെ തന്നെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഓരോരുത്തർ ഈ ഭൂമിയിൽ അധ്വാനിച്ചതിന് കൊടുക്കപ്പെടുന്ന പ്രതിഫലം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ തുടക്കത്തിലെ ഇത് 6ാമത്തെ വീഡിയോ. ഞാനിനി ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്ന. ഒന്നാമത് ആർക്കും കാണാൻ സമയമില്ല. രണ്ടാമത് ഇതിനെക്കുറിച്ച് രത്നങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഇട്ടിയത്. വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം അങ്ങനെയൊന്ന് കുത്തിയിരുന്ന് ചുമ്മാ ഇരുന്ന് വ്യാഖ്യാനിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല. അതുപടിയൊന്നും വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. അതിനകത്തൊറ്റ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിനേക്കാൾ ഉപരി ഒന്നുമില്ല. എൻ്റെ മഹത്വം, യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കർത്താവിന് കൊടുക്കുക. യെശയ്യാ 42:8. ഒരു സ്തുതി വിഗ്രഹങ്ങൾക്കും. വിഗ്രഹം ദൈവത്തെക്കാൾ ഉപരി. ഞാൻ പലപ്പോഴും ഞാൻ സ്വർണ്ണം ഇട്ട് സ്നാനപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ ഇയാൾ ഇതൊക്കെ പറഞ്ഞിട്ട് വർദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധിച്ച് ആരെയും ഞാൻ ഊരിച്ചിട്ടില്ല. ഇനി സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് വന്നവരെ ഞാൻ സ്വർണ്ണമായിട്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നത്തേതിൽ അവർ ഓട്ടോമാറ്റിക്കലി ഊരിമാറ്റി. ദൈവവചനം കൊടുത്തും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പാല് കൊടുത്തു, അടുത്ത കട്ടിയായുള്ള ആഹാരം കൊടുത്ത്. കൊരിന്ത്യർക്ക് 2 ലേഖനം 3 ഞാൻ പഠിച്ചു നോക്കി. കട്ടിയുള്ള ആഹാരം കൊടുത്ത് വചനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ അവർ തന്നെ ഊരി. ഞാൻ ആരെയും ഊരാനൊന്നും പറഞ്ഞിട്ടില്ല, നിർബന്ധിച്ചിട്ടോ അടിച്ചേൽപ്പിച്ചിട്ടുമില്ല. സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്നവർക്ക് കർത്തൃമേശ കൊടുക്കരുതെന്ന് ദൈവവചനത്തിലില്ല. അങ്ങനെ ഇല്ല. പിന്നെ അവർ തന്നെത്താൻ ശോധന ചെയ്ത് അവരാണ് എടുക്കുന്നത്. അവരെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്ന്, ഊരാൻ തടസ്സം 3 കാര്യം വേണമെങ്കിൽ പറയാം. 1, നേരത്തെ പറഞ്ഞത് എസ്കേൽ 7:19-20 പറയുന്നത്, ആഡംബരമാണോ, ഡംബം കാണിക്കാനാണോ, നീ ആവരണം ഊരി തന്നെ സ്നാനപ്പെടണം. 11 നൂറ്റാണ്ടിലെ ഭക്തന്മാർ അങ്ങനെ ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും ജ്വല്ലറിയിൽ സാധനങ്ങൾ കഴുത്തെ കാണാത്തത്. അത് 1ാമത്തെ പോയിൻ്റല്ലേ. അപ്പം നീ മറ്റുള്ളവരെ മുൻപിൽ ആഡംബരം കാണിക്കാനാണെങ്കിൽ നീ ഊരണം. 2, ദൈവത്തെക്കാളുപരി നീ സ്വർണത്തെ സ്നേഹിക്കുന്നെങ്കിൽ നീ ഇത് ഊരണം. ലോകമോഹമാണ് നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലോകമോഹം, ദൈവത്തോടുള്ള ശത്രുത്വം. യാക്കോബ് 4:4. അങ്ങനെയാണെങ്കിൽ നീ ഊരണം. ഇത് പറഞ്ഞിട്ടും ഊരാത്തതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരാത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയത്. അപ്പോഴാണ് ഓരോരുത്തർ ചോദിക്കുന്നത്, യേശുക്രിസ്തു ഊരാൻ പറഞ്ഞോ? യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയപ്പോൾ സ്വർണ്ണം ഊരാൻ പറഞ്ഞോ? അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയപ്പോൾ സ്വർണ്ണം ഊരാൻ പറഞ്ഞോ? അവരുടെ കഴുത്തിൽ സ്വർണ്ണം ഇല്ലായിരുന്നുവോ? അവർക്ക് കർത്തമേശ കൊടുത്തില്ലേ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് കേട്ടു. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറയുന്ന ഒരു പൊട്ടുകമ്മലും ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, 2 മൂക്കുത്തി, 2 കാലിലെ വിരൽ, 2ാമത്തെ വിരലിലെ തള, വെള്ളിത്തള, അതൊക്കെ ഊരണമെന്ന് തന്നെ ഭർത്താവ് മരിക്കണം, ഇല്ലെങ്കിൽ ഊര് വിലക്കുണ്ടാവും.
ഊരുവിലക്കുണ്ടാവും. അപ്പം നമുക്ക് അവരെ സ്നാനപ്പെടുത്തണ്ടേ? അപ്പം 2 നിയമം ഉണ്ടോ? ഇല്ല. പ്രമാണം എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. ദൈവവചനം ആധികാരികമായിട്ട് പറഞ്ഞ് 66 പുസ്തകങ്ങളിൽ 1189 അധ്യായങ്ങളിൽ 31,173 വാക്യങ്ങളിൽ നിന്ന് പറഞ്ഞ് ജനത്തെ മനസ്സിലാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരാൾ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു 2-3 പേര് വന്ന് ഞങ്ങളെ കൂടെ സ്നാനപ്പെടുത്തണം. അവിടെ വച്ച് വചനം പറഞ്ഞു കൊടുത്ത് റോമർ 10:9 വചനം പറഞ്ഞു കൊടുത്ത് അവരെ വായു കൊണ്ട് ഏറ്റു പറയിപ്പിച്ചിട്ട് അവിടെ നിർത്തി സ്നാനപ്പെടുത്തി. അവരുടെ കഴുത്തിൽ ആഭരണം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇയാൾ 2 വർഷവും പിടിക്കുന്നല്ലെന്ന് പറയരുത് നിങ്ങൾ. ഞാൻ ചെയ്ത കാര്യം ചെയ്തെന്ന് തന്നെ മത്തായി 12:36. ഇല്ലെങ്കിൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ കണക്ക് കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ആഡംബരമായി മാറരുത്. ദൈവത്തെ യേശു ക്രിസ്തുവാണ് നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ പോലും നമ്മൾ മരിക്കാറായി കിടന്നാൽ അവരവരുടെ രക്തം തരത്തില്ല. ചിലപ്പോൾ ഒരു രൂപയോ അല്ലെങ്കിൽ ഒരു 500 മില്ലിയോ എല്ലാം തരുമായിരിക്കും. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അതല്ല. റോമർ 8:31-32 ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം. സ്വന്തം കുമാരനെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സ്വന്തം പൊന്നോമന കുമാരനെ നൽകിത്തന്ന ദൈവം സകലവും നമ്മൾക്ക് വേണ്ടി ചെയ്യാതിരിക്കും. ആ ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലുള്ളവർ വിശുദ്ധി വേർപാട് പാലിച്ച് പിന്നെ ഇതിനേക്കാളും ഹീനപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. ആഭരണം ഇടാതെ വ്യഭിചാരം ചെയ്തവരില്ലേ? ആഭരണം ഇട്ടുകൊണ്ട് വ്യഭിചാരം ചെയ്തവരുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. വ്യക്തികളെ വിവേചിക്കുമ്പോൾ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സഭകളിൽ കർത്തൃമേശ കൊടുക്കാൻ വിളിക്കുമ്പോൾ ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. നമുക്ക് പബ്ലിക്ക് പറയാൻ പറ്റുമോ? ശിക്ഷാവധി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവരും ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചിരിക്കാം. ദാവീദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ദൈവസേനെ നിലവിളിച്ചിരിക്കാൻ, ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് നിലവിളിച്ചിരിക്കാം. ഞാനതുകൊണ്ട് പറയുക. അതുകൊണ്ട് ഈ 6ാമത്തെ വീഡിയോ കൊണ്ട് ഞാനിത് നിർത്തുന്നു. ഏതെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഇനി അല്ല ഏതെങ്കിലും വചനാടിസ്ഥാനത്തിൽ ഏതെങ്കിലും മെസ്സേജുകൾ ഇടണമോ പറയാം. പക്ഷേ ആരും കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഭാഗം കൊണ്ട് നിർത്തുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ഓൾ അബണ്ടൻലി. പരിശുദ്ധ പിതാവേ, ഒരു നിമിഷം കണ്ണുകളെ. പരിശുദ്ധ പിതാവേ, 6 മണിക്കൂറോളം തിരുവെഴുത്തുകളെ ധ്യാനിച്ചും പഠിച്ചും ദൈവദാസന്മാരിൽ കൂടെ ആലോചനകൾ കേട്ടും ഒക്കെ കർത്താവ് 6 വീഡിയോ യൂട്യൂബിൽ കൂടെ ഇടുവാനിടയായി. കർത്താവ് ഇത് അനേകർക്ക് പ്രയോജനം. ദൈവ വേർപെട്ട സഭകൾക്ക് ഒരു ഊരണമോ ഊരണ്ടായോ ഇട്ടവർ ഇടണമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവരെ ആ ചഞ്ചലിപ്പ് മാറുവാൻ വേണ്ടി തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആഭരണം ദൈവം വെറുക്കുവാനുള്ള കാരണം എന്താണ്? ആഭരണം നീക്കിക്കളയാൻ പറഞ്ഞതെന്താണ്? ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞതെന്താണ്? ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ പൗലോസും പറഞ്ഞതുപോലെ കർത്താവെ എല്ലാ തിരുവെഴുത്തുകളെയും ദൈവവചനാടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചു. എസ്കേൽ 7:19-20 വചനപ്രകാരം 7-ാം അധ്യായം, എസ്കേൽ 16-ാം അധ്യായത്തിലെ ഒന്നൊക്കെ ചൂണ്ടിക്കാണിക്കുവാനിടയായി. കർത്താവ് ഈ തിരുവെഴുത്തുകൾ ദൈവജനം വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി കർത്താവെ വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ ആമേൻ വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം അവിടെ നിന്ന് ഇടയാക്കണം. തമ്മിൽ തന്നെ അന്യോന്യ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ എണ്ണി ദൈവകൃപയിലേക്ക് വരുവാൻ സഹായിക്കണം. വിശ്വാസ കുടുംബങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. ജാതിമത സംഘടനാ വ്യത്യാസം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി, ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വക്കീലന്മാർ, ജഡ്ജിമാർ, കർത്താവ് പോലീസ് അധികാരികൾ, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും നീതി ന്യായം നടത്തുവാൻ ദൈവം ഇടയാക്കണം. എല്ലാവർക്കും ഒരു മാനസാന്തരം കൊടുക്കണം. ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാന സന്തോഷം കൊടുക്കണം. ദൈവിക പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണം. ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാന സന്തോഷം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തികളും വിശ്വാസ കുടുംബങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ലോകമെമ്പാട് ശുശ്രൂഷിക്കുന്ന കർത്തവൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുകുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും, ജാതിമത സംഘടനാ വ്യത്യാസമെന്ന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൂടിയിരിക്കണം. വാഹനയാത്രകളിൽ കൂടിയിരിക്കണം.
ഭവനത്തിൽ നിന്ന് കടന്നുപോയി ഭവനത്തിൽ തിരിച്ചു വരുന്നവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും കാവലും കൂടിയിരിക്കണം. ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. തുടർ പഠനത്തിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ പരാജയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അവർ നിരാശപ്പെട്ടു പോകാതെ അധികം ശ്രദ്ധയോടെ പഠിച്ച് മുന്നോട്ട് പോകാൻ ഏറ്റവും ഉന്നതമായ റാങ്ക് ലഭിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ രോഗികളായി കിടക്കുന്നവർ, പ്രകൃതി മൂലം ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന, വീട് നഷ്ടപ്പെട്ടവർ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചടിനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശുശ്രൂഷകൾ പിന്നെയും വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുക, ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്യണം. മഹത്വം അങ്ങെടുക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം മുഴുമഹത്തോട് നടക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. അവണ്ടലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.